ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുകയാണ്. റഫറൻസ് നിലനിൽക്കുമോ എന്നതിൽ ആദ്യം പ്രാഥമിക വാദം നടക്കും. റഫറൻസ് ഇന്ന് പരിഗണിക്കാനിരിക്കെ ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ചീഫ് ജസ്റ്റിസ് BR ഗവായ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇന്നിപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് ഇതിന് അനുകൂലമായി നിലപാടെടുക്കുന്നവരുടെ വാദമാണ്. കേരളവും തമിഴ്നാടും ഒക്കെ ഇതിന് എതിരെ വാദം സ്വീകരിച്ചിട്ടുള്ളതാണ്. എത്രത്തോളം പ്രധാനപ്പെട്ട വാദങ്ങളാണ് നടക്കാൻ പോകുന്നത്? അനുജ, ഇപ്പോൾ ഈ രാഷ്ട്രപതി റഫറൻസ് പരിഗണിക്കുന്നതിനായി ഭരണഘടനാ ബെഞ്ച് ചേരുകയും ഇപ്പോൾ ഈ റഫറൻസ് പരിഗണിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായി ഈ റഫറൻസിൽ വാദം നടക്കുക. ഈ റഫറൻസ്, രാഷ്ട്രപതി നൽകിയ റഫറൻസ് നിലനിൽക്കുമോ എന്നതിലായിരിക്കും പ്രാഥമിക വാദം ഉണ്ടാവുക. കേരളവും തമിഴ്നാടും രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ലെന്നും ഇത് തിരിച്ചയക്കണം എന്നൊരാവശ്യം മുൻനിർത്തി അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിലായിരിക്കും ആദ്യ വാദം നടക്കുക. അത് ഏതാണ്ട് 1.5 മണിക്കൂറായിരിക്കും ഈ പ്രാഥമികമായിട്ടുള്ള വാദം, ഈ റഫറൻസ് നിലനിൽക്കുമോ എന്നതിൽ നടക്കുക. അതിനുശേഷമായിരിക്കും റഫറൻസിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം ഉണ്ടാവുക. അത് 4 ദിവസമായാണ് ആ വാദം നടക്കുന്നത്. ഇന്ന് തുടങ്ങി നാളെ, മറ്റന്നാൾ, പിന്നെ ഈ മാസം 26 ഇങ്ങനെയായിരിക്കും ഇതിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. അതിനുശേഷമായിരിക്കും റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം സുപ്രീം കോടതി കേൾക്കുക. ഇക്കാര്യത്തിൽ വിശദമായ ഒരു വാദം കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെയായിട്ടാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ സാധുക്കളും പരിശോധിച്ചുകൊണ്ടായിരിക്കും ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെടുക. രാഷ്ട്രപതിയുടെ റഫറൻസ് തിരിച്ചയക്കുമോ, അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ്, അതായത് ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച ആ ഉത്തരവ് റദ്ദാക്കുമോ എന്ന സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള ഇടപെടൽ അത് ഭരണഘടനാ ബെഞ്ചിൽ നിന്നാകും ഉണ്ടാവുക. ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത്. ആദ്യം ഈ റഫറൻസ് നിലനിൽക്കുമോ എന്നതിൽ വിശദമായ വാദം, പിന്നീട് ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി ഉള്ളവർക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള വാദം, അതിലൊക്കെയുള്ള വാദങ്ങൾ, അങ്ങനെ വിശദമായ വാദമാണ് സുപ്രീം കോടതി വിഷയത്തിൽ കേൾക്കുന്നത്.